ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു. ഇന്ന് നമുക്കൊരു കിളിമീൻ കറി വെച്ചാലോ? ഞങ്ങളുടെ ഇവിടെയൊക്കെ ഈ മീൻ കിളിമീൻ എന്നാണ് കേട്ടോ പറയുന്നത്. ഇതൊക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ അവിടെ എന്താ ഇത് പറയുന്നതെന്നൊന്ന് പറയണേ, ഈ ഫിഷിൻ്റെ പേര്. അങ്ങനെ ഗായ്സ്, ഇന്ന് ഞാൻ എൻ്റെ സ്വന്തം റെസിപ്പി ഒരു മീൻ കറിയാണ് കേട്ടോ വെക്കുന്നത്. എൻ്റെ സ്റ്റൈലിലാണ് കേട്ടോ ഞാൻ ഈ മീൻ കറി വെക്കുന്നത് ഗായ്സ്. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും വെക്കുന്നത്, ഇങ്ങനെ വെക്കുന്നവരുണ്ടാകും, ചിലപ്പോൾ ഇങ്ങനെ വെക്കാത്തവരുണ്ടാകും. എന്തായാലും ഞാൻ വെക്കുന്ന മീൻകറി ഒന്ന് കണ്ടു നോക്കുക ഗൈസ്. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്ത് വെച്ച് നമ്മുടെ വെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോഴത്തേന് കടുകും പൊട്ടിച്ചു, പിന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത ശേഷം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തു. പിന്നെ പച്ച വെളിച്ചെണ്ണയാണ് ഗൈസ് എടുത്തേക്കുന്നത്. പിന്നെ അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേന് നമ്മുടെ കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. കരിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ പുളി ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് മീൻകറിക്കകത്ത് നമ്പർ 1 വേണ്ട ഒരു ഐറ്റം ആണല്ലോ നമ്മുടെ പുളി. അപ്പോൾ പുളി ഞാൻ ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മീൻകറിക്ക് ഒരു 3 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ ചേർത്തേക്കുന്നത്. 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആണ് കേട്ടോ ചേർത്തേക്കുന്നത്. അങ്ങനെ അതും കരിയാതെ ഒരു പച്ചമണം മാറുന്നത് വരെ അതും നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴുകി നന്നായിട്ട് എടുത്തിട്ട് ഞാൻ ആ പുളി ഇങ്ങനെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ആ പുളി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ചിലപ്പോൾ ഞാൻ കറിക്കകത്ത് ചിലപ്പോൾ അങ്ങനെ ഇടും, ചിലപ്പോൾ ഇങ്ങനെയും കൂടി ഇടാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കേട്ടോ. അങ്ങനെ ഇളക്കിയതിന് ശേഷം ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേന് ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ടോ എന്ന് ഇതിൻ്റെ ഇടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേന് നമ്മുടെ കിളിമീൻ ഇട്ട് കൊടുത്തു ഗൈസ്. അപ്പം നമ്മുടെ മീൻകറി അത്രയേ ഉള്ളൂ കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമ്മുടെ മീനും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മണ്ടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻകറി. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.